എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ടർക്കിയിൽ പോയി വന്നപ്പം നമ്മുടെ അടുത്ത് ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു അതിന്റെ ഐറ്റിനറി ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമോ. നമ്മൾ 4 ദിവസം ഉണ്ടായിരുന്നുണ്ടെങ്കിലും നമ്മൾ ഒത്തിരി പ്ലേസസിൽ പോയിരുന്നു. അപ്പം നമ്മൾ ഓരോ പ്ലേസസിൽ പോയി നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നോക്കുമ്പം ചിലപ്പം ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. അപ്പൊ ഞാൻ കരുതി ഒരു 5 മിനിറ്റിന്റെ ഒരു വീഡിയോ ആയിട്ട് കംപ്ലീറ്റ് ടർക്കി ട്രിപ്പ് ഐറ്റിനറി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ടർക്കിയിലേക്ക് ഇപ്പം സമ്മറിൽ ഒരുപാട് പേര് UK പോകാനായിട്ട് ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണത്. സോ വാച്ച് ടു ദ എൻഡ്. നമ്മളപ്പം ടർക്കി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത കെപ്പഡോക്കിയെന്നാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇസ്താംബുളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇസ്താംബുളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓൾവേസ് ബെറ്റർ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സിം എടുക്കാനായിട്ടാണെങ്കിലും ഇസ്താംബുളിൽ വളരെയധികം റേറ്റ് കുറവാണ് കെപ്പഡോക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ്, ഇപ്പം ഹാറ്റ് ആണെങ്കിലും ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് ഇസ്താംബുളിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പം ഇസ്താംബുളിൽ പോയിട്ട് ടർക്കിയിലേക്ക് വരുന്നതാണ് ഒരു ബെറ്റർ ഐഡിയ. ഞങ്ങൾ പോയ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൈസറിയിലാണ് പോയിട്ട് ഇറങ്ങിയത്. ഓൾറെഡി നമ്മൾ ഒരു കേവ് ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാസൽ കേവ് ഹോട്ടലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടേക്ക് നമ്മൾ ഒരു ഷട്ടിൽ ബസ് എടുത്ത് പോവാണ് ചെയ്തത്. ഒരു കേവ് ഹോട്ടലിൽ എടുക്കുക, പിന്നെ ഒരു ഹോട്ട് എയർ ബലൂണിൽ നിങ്ങളൊരു റൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ കെപ്പഡോക്കിയയിൽ പോകുന്ന കാര്യം കംപ്ലീറ്റ് ആയി. അപ്പം കേവ് ഹോട്ടലിൽ നിങ്ങൾക്ക് booking.com ത്രൂ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ അറ്റ് പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സേഫ് ആണ്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. പേ അറ്റ് പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ നമുക്ക് വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ല അവിടെ. അങ്ങനെ ഒരു കേവ് ഹോട്ടലിൽ നമ്മൾ ചെല്ലുന്നു. അതിനുശേഷം നമ്മൾ അന്നത്തെ ഡേയില് ഒരു സിറ്റി ടൂർ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അന്നത്തെ ദിവസം നമ്മൾ ആ ഒരു കെപ്പഡോക്കിയ സിറ്റി ജസ്റ്റ് ഒന്ന് കാണാം, നിയർ ബൈ പ്ലേസസ് ഒക്കെ ഒന്ന് കാണാം എന്ന് കരുതി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന മറ്റൊരു കാര്യമാണ് ടർക്കിഷ് ഫുഡ് കഴിക്കുക എന്നുള്ളത്. അപ്പം നമ്മളൊരു ഓതന്റിക് ടർക്കിഷ് ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ അവിടുത്തെ തന്നെ ഒരു റെസ്റ്റോറന്റിൽ പോയി. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പോട്ടറി ചിക്കൻ അല്ലെങ്കിൽ പോട്ടറി മീലാണ് അവിടുത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷ് എന്ന് പറയുന്നത്. അത് ട്രൈ ചെയ്യുക. അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ടർക്കിയിൽ പോകുമ്പോൾ. അത് കഴിഞ്ഞ സെയിം ഡേയിൽ തന്നെ ഞങ്ങൾ ചെയ്ത മറ്റൊരു കാര്യം ATV ടൂറിന് പോകാന്നുള്ളതായിരുന്നു. അത് നമ്മുടെ ഹോട്ടലിന്റെ തന്നെ ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് നമ്മളത് ബുക്ക് ചെയ്തത്. അതല്ലാതെ തന്നെ നമ്മൾ പുറത്തേക്ക് എവിടെ ഇറങ്ങിയാലും നമുക്ക് ഒരുപാട് ഏജൻസീസ് കാണാൻ പറ്റും. ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും റേറ്റ് ചീപ്പ് എവിടെയാണോ നോക്കിയിട്ട് നിങ്ങൾക്ക് ATV ടൂർ ബുക്ക് ചെയ്യാം. നമുക്കന്ന് 55 euros ആണ് പെർ പേഴ്സൺ ആയത്. പക്ഷെ ബോത്ത് ആണ്. കാരണം 2-3 മണിക്കൂറും നമ്മൾ ഒരുപാട് വാലീസിൽ പോകുന്നുണ്ട്, നമ്മൾ ഒരുപാട് പ്ലേസസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ATV ടൂർ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഒരു ബൈക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ 2 പേർക്ക് ഷെയർ ചെയ്തിട്ട് ഓരോ സ്റ്റേഷനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മാറി നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് പറ്റും. അപ്പം അത് ഭയങ്കര വർത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെക്കൻഡ് ഡേ നമ്മൾ ഹോട്ട് എയർ ബലൂണിന്റെ ഒരു വ്യൂ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മുടെ റൂഫ് ടോപ്പിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ റൂഫ് ടോപ്പിൽ നിന്ന് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പൊ അതാണ് സെക്കൻഡ് തിങ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോ നിങ്ങൾക്ക് റൂഫ് ടോപ്പ് ഇല്ലാത്ത ഒരു അക്കോമഡേഷനാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഏർലി മോർണിംഗ് ഒരു ടാക്സി ഹയർ ചെയ്തിട്ട് ഒരുപാട് വാലീസ് ഉണ്ട്. നിങ്ങൾ ഏത് വാലിയിൽ ആ ഒരു ഗൊറമേ ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ കാറിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ 2 സൈഡിലും ഇതുപോലെ ഹോട്ട് എയർ ബലൂൺസ് ഇങ്ങനെ ഫ്ലൈ ആവുന്ന വ്യൂ നിങ്ങൾക്ക് കിട്ടും. പിന്നെ സെക്കൻഡ് ഡേ ഞങ്ങൾ ചെയ്തത് നമുക്ക് ഒരുപാട് പ്ലേസസ് കാണാനുണ്ട് കെപ്പഡോക്കിയയിൽ. അപ്പം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഗ്രീൻ ടൂർ എടുക്കാം അല്ലെങ്കിൽ റെഡ് ടൂർ എടുക്കാം. നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ രാവിലെ ഒരു 9 തൊട്ട് ഒരു ഈവനിങ് ഒരു 1/2 hour വരെയൊക്കെ നമുക്ക് അവരുടെ കൂടെ ഒരുപാട് ആൾക്കാരുടെ ഇടയിലായിരിക്കും നമ്മൾ പോകണ്ടാവാം. നമ്മളത് ചൂസ് ചെയ്തിട്ട് നമ്മളൊരു ടാക്സി ഹയർ ചെയ്തിട്ട് നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോയത്. അണ്ടർഗ്രൗണ്ട് സിറ്റി, ഉച്ചസർ കാസൽ, പിജൺ വാലി, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ ചൂസ് ചെയ്തിട്ട് നമ്മളൊരു ഉച്ചയ്ക്കാണ് നമ്മൾ ഇറങ്ങിയത്. എന്നിട്ട് നമ്മളൊരു ഈവനിങ് വരെ നമ്മൾ അങ്ങനെ കുറച്ച് പ്ലേസസിലേക്ക് നമ്മൾ പോയി. ഇനി നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് എല്ലാ പ്ലേസസും കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഗ്രീൻ ടൂർ എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് ടൂർ എടുത്തിട്ട് നിങ്ങൾക്ക് പോവാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എല്ലാം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം വെച്ചിട്ട് നമുക്ക് അങ്ങനെ പോവാവുന്നതാണ്. അപ്പൊ അതാണ് സെക്കൻഡ് ഡേ നമ്മൾ ചെയ്ത വേറൊരു കാര്യം. പിന്നെ ടർക്കിഷ് വൈനിന് ഭയങ്കര ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നി. അത് നമ്മൾ ഇസ്താംബുളിൽ വെച്ച് കഴിച്ചപ്പോഴാണെങ്കിലും കെപ്പഡോക്കിയിൽ വെച്ച് കഴിച്ചപ്പോഴാണെങ്കിലും എനിക്ക് നമ്മൾ ഇവിടെ കഴിക്കുന്നതിനേക്കാളൊക്കെ എനിക്കെന്തോ ഭയങ്കര ഒരു ആ ഒരു വൈൻ്റെ ആ ഒരു പ്രോപ്പർ ടേസ്റ്റ് എനിക്ക് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം റൂഫ് ടോപ്പിൽ തന്നെ ഒരു ബാർ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ടാണ് നമ്മൾ കഴിച്ചത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് വിത്ത് വൈൻ എന്നൊക്കെയുള്ള ഫാമിലി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ പോയിട്ടാണെങ്കിലും ഈവനിങ് ഒരു ഡിന്നർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മുടെ സെക്കൻഡ് ഡേ എൻഡ് ചെയ്തത് അതോടുകൂടിയിട്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഡേയിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ലഞ്ച് കഴിച്ചിരുന്നു. റൈസ് വിത്ത് കെബാബ് ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മൾ ട്രൈ ചെയ്യുന്നു. റവിയോളി ട്രൈ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ടർക്കിഷ് ഡിഷസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അതല്ലാതെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒരുപാടുണ്ട് കെപ്പഡോക്കിയയിൽ. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ടർക്കിയിൽ പോകുമ്പോൾ ടർക്കിഷ് ഡിഷ് ട്രൈ ചെയ്യണം. കാരണം ഭയങ്കര ടേസ്റ്റ് ആണ്. ആ ഒരു ഫ്ലേവേഴ്സ് ഒക്കെ നമ്മൾ അവരുടെ അടുത്ത് തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
അപ്പം തേർഡ് ഡേയിൽ നമ്മൾ ഏർലി മോർണിംഗ് നമുക്ക് ഹോട്ട് എയർ ബലൂൺ റൈഡ് ആയിരുന്നു. അപ്പൊ ഏർലി മോർണിംഗ് 4:30 ആയപ്പോഴേക്കും ആൾക്കാർ വന്നു. ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു, ഒരു 16 ആൾക്കാരോളം ഉണ്ടായിരുന്നു. 4:30 ആയപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് 45 മിനിറ്റ്സ് ആണ് നമുക്ക് റൈഡ് കിട്ടിയത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ നമുക്ക് അതിന്റെ 360 വ്യൂ ഒക്കെ നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. അതൊക്കെ വാങ്ങിക്കുന്നത് ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ മസ്റ്റ് ആയിട്ടും വാങ്ങിക്കണം അവിടെ പോകുമ്പോൾ. ഹോട്ട് എയർ ബലൂൺ റൈഡോട് കൂടി നമ്മുടെ ഏകദേശം നമ്മുടെ കപ്പഡോക്കയിലെ പരിപാടികളെല്ലാം തീർന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ തിരിച്ചെത്തിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടൽസിലും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം അത് നിങ്ങൾ നോക്കിയെടുക്കുകയാണെങ്കിൽ കുറെ കൂടി ഈസി ആയിരിക്കും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നമ്മൾ 1 മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഇസ്താംബുളിലേക്കുള്ളത്. അങ്ങനെ ഇസ്താംബുളിൽ വരുന്ന ഡേ നമ്മൾ ചുമ്മാ റെസ്റ്റ് എടുത്ത് കളയാം എന്നല്ല കരുതിയത്. ദിവസവും നമ്മൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എന്നാൽ റിലാക്സ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. വന്ന് നമ്മൾ നൈറ്റ് ബോസ്ഫറസ് ക്രൂയിസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇസ്താംബുളിൽ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബലൂൺ റൈഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പിന്നെ എൻജോയ് ചെയ്ത് ബോസ്ഫറസ് ക്രൂയിസ് ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പം അത് മസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ കപ്പഡോക്കയിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എല്ലാ കാര്യത്തിനും ഇസ്താംബുളിൽ റേറ്റ് കുറവാണ്. ഫുഡിന് റേറ്റ് കുറവാണ്, ഹോട്ടൽസിന് റേറ്റ് കുറവാണ്. എടുത്തിരുന്ന ബ്ലാക്ക് പൂൾ എന്നൊരു അപ്പാർട്ട്മെന്റ് ആണ്. അത് ബ്ലൂ മോസ്കിന്റെ ഒക്കെ ഒരു 5 മിനിറ്റ് ഉള്ളൂ. അപ്പം അങ്ങനെ ആ ഒരു ലൊക്കേഷൻ തന്നെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും നിങ്ങൾക്ക് രാവിലെയൊക്കെ എനിക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാനായിട്ട്. അപ്പം അതായിരുന്നു നമ്മൾ തേർഡ് ഡേയിൽ ഈവനിങ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മളൊരു 12 ആയപ്പോഴാണ് നമ്മൾ റൂമിൽ തിരിച്ചെത്തിയത്. എന്നിട്ട് ഫ്രഷ് ആയിട്ട് കിടന്നു. പിന്നെ രാവിലെ നമ്മൾ എണീറ്റിട്ട് എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം കാണാനായിട്ട് ഇറങ്ങുവാണെങ്കിൽ ക്രൗഡ് കുറവായിരിക്കും. ഇസ്താംബുളിൽ നമ്മളെടുത്ത അപ്പാർട്ട്മെന്റിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. അപ്പോൾ 4th ഡേ നമ്മൾ രാവിലെ നമ്മൾ എണീറ്റിട്ട് ബ്ലൂ മോസ്കിൽ പോയി. നമ്മൾ അവിടെ എല്ലാം എൻട്രി ഫ്രീ ആണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറച്ചു നേരം കണ്ടിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴി നമ്മൾ ബ്രഞ്ച് ആയിട്ടാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു. പാസ്ത ഞാൻ ലൈഫിൽ കഴിച്ചതിൽ ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ടേസ്റ്റുള്ള പാസ്തയായിരുന്നു ഞാൻ ടർക്കിയിൽ നിന്ന് കഴിച്ചത്. ടേസ്റ്റിന്റെ കാര്യത്തിൽ, ഫ്ലേവേഴ്സിന്റെ കാര്യത്തിൽ ഇസ്താംബുൾ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അപ്പം അത് കഴിഞ്ഞ് റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കാരണം 4th ഡേ ആയപ്പോഴേക്കും ബോഡി ഭയങ്കരമായിട്ട് ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പിന്നെ ഇറങ്ങി. നമ്മൾ ഹാഗിയ സോഫിയയിൽ പോയി. അവിടെ മ്യൂസിയം ഉണ്ട്. നമുക്ക് പള്ളിയുടെ അകത്തും നമുക്ക് കയറാനായിട്ട് പറ്റും. അപ്പം രണ്ടിനും സെപ്പറേറ്റ് റേറ്റ് ആണ്. മ്യൂസിയത്തിന്റെ അകത്താണെങ്കിലും 25 യൂറോസ് ഈച്ച്, പള്ളിയുടെ അകത്താണെങ്കിലും 25 യൂറോസ്. അപ്പം നമ്മൾ മ്യൂസിയത്തിന്റെ അകത്താണ് നമ്മൾ കയറിയത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടാക്സി ഹയർ ചെയ്ത് ഗലാട്ട ടവറിലേക്ക് പോയി. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഗലാട്ട ടവറിന്റെ അകത്ത് കയറിയില്ല, പക്ഷെ അവർ പുറത്തിരുന്ന അവിടുത്തെ ആ ഒരു കഫേയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്, അത് സംതിങ് വി നീഡ് ടു എക്സ്പീരിയൻസ്. അവിടെ നമ്മൾ എടുത്തു പറയാനായിട്ടാണെങ്കിൽ സെന്റ് സെബാസ്റ്റ്യൻസ് ചീസ് കേക്ക് കഴിച്ചതും ബക്ലാവ കഴിച്ചതാണ്. ബക്ലാവ നമ്മൾ തലേദിവസം ബോസ്ഫറസ് ക്രൂസിൽ പോയപ്പോൾ കഴിച്ചിരുന്നു. എനിക്ക് അതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തത്. ഗലാട്ട ടവറിന്റെ അവിടുത്തെ ആ ഒരു കഫേന്ന് കഴിച്ച ബക്ലാവൊക്കെ ആയിരുന്നെങ്കിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അവിടുത്തെ സെന്റ് സെബാസ്റ്റ്യൻസ് ചീസ് കേക്ക് ഈസ് ഓ മൈ ഗോഡ്, ദാറ്റ്സ് യം. അവിടെ പോകുന്ന എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് സെന്റ് സെബാസ്റ്റ്യൻസ് ചീസ് കേക്ക്. കാരണം ഒരു സ്വീറ്റ്നെസ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആയിട്ട് ഓ മൈ ഗോഡ്, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ, സംതിങ് യു നീഡ് ടു ട്രൈ. ഇവിടെ കുറച്ചധികം ടൈം നമ്മൾ ഇരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു വൈബ് നമുക്ക് വേറെ എവിടെയും നമുക്ക് ഇസ്താംബുളിൽ കിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ക്രൂയിസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. 20 യൂറോസ് ഒക്കെ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി വളരെ റേറ്റ് കുറവാണ് ഇസ്താംബുളിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 hours നമ്മളെ ഏഷ്യൻ സൈഡും യൂറോപ്പ് സൈഡും നമ്മളെ കാണിക്കുന്ന ഒരു ക്രൂയിസ് ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. അതിനകത്ത് നമുക്ക് ഫുഡ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നമുക്ക് 2 മണിക്കൂർ പ്രോപ്പർ ആയിട്ട് ഇരിക്കാൻ പറ്റും. അത് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഹയർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറയുവാണെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കുറച്ച് റേറ്റ് കൂടുമായിരിക്കും, പക്ഷെ കുറച്ചും കൂടി പ്രൈവസി ഉണ്ടാവും. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 100 എബോ ആൾക്കാരുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഫ്രണ്ടില് 2 സീറ്റ് കിട്ടി. അതല്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും ഷൂട്ട് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അപ്പൊ അത് പ്രൈവറ്റ് ആയിട്ട് തന്നെ എടുക്കുക. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നിങ്ങൾക്ക് ആ ഒരു 2 hours പ്രോപ്പർ ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് സിറ്റിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി. അപ്പോഴേക്കും ഫോണിന്റെ ചാർജ് ഒക്കെ തീരാറായതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും പിന്നെ എടുത്തില്ല. കഴിഞ്ഞ നൈറ്റ് നമ്മൾ പോയത് 7 ഹില്ലിലേക്കാണ്. 7 ഹിൽ റൂഫ് ടോപ്പ് റെസ്റ്റോറന്റ് ആണ്. അത് മസ്റ്റ് ആയിട്ടും നിങ്ങൾ പോകേണ്ട വേറൊരു സ്ഥലമാണ് ഇസ്താംബുളിൽ. കാരണം 7 ഹിൽ റെസ്റ്റോറന്റിൽ നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ
ബ്ലൂ മോസ്ക് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റും. ഡേയിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും രണ്ടും ഡിഫറെന്റ് വ്യൂ ആണ്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഡേയിൽ നമുക്ക് പോകാൻ പറ്റിയില്ല, പക്ഷെ നൈറ്റിൽ നമ്മൾ പോയപ്പോൾ കിട്ടിയ വ്യൂ സൂപ്പർബ് ആയിരുന്നു. അപ്പൊ അതായിരുന്നു ലാസ്റ്റ് തിങ് നടന്നൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിലെത്തി ഫ്രഷ് ആയി നമ്മൾ കിടന്നു. പിന്നെ ഏർലി മോർണിംഗ് ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. 2 days നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് എടുത്തു. കാരണം നമുക്ക് ഇവിടുന്ന് ബെൽഫാസ്റ്റിലെത്തണം, ബെൽഫാസ്റ്റ് ടു സ്റ്റാംസ്റ്റഡ്, സ്റ്റാംസ്റ്റഡ് ടു ഇസ്താംബുൾ അല്ലെങ്കിൽ കൈസറി. അപ്പൊ അങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് തന്നെ 2 ദിവസം എടുത്തു. പ്രോപ്പർ ടർക്കിയിൽ നമ്മൾ 4 ദിവസമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതായിരുന്നു നമ്മുടെ ടർക്കി ട്രിപ്പിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻ എ നട്ട്ഷെൽ. ടർക്കിയിലേക്ക് സമ്മറിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഡോണ്ട് തിങ്ക് ടു മച്ച്, ബുക്ക് യുവർ ഫ്ലൈറ്റ്സ് ആൻഡ് എൻജോയ് ഹോളിഡേയ്സ്. പുതിയൊരു എപ്പിസോഡായിട്ട് പറഞ്ഞവരെല്ലാവർക്കും ബൈ.